ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വളരെ വ്യത്യസ്തമായിട്ടൊരു ക്രാഫ്റ്റ് വർക്ക്. അത് ബോട്ടിൽ ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. ഒരു ജ്യൂസ് ജാറാണിത്. മുരല്യയുടെ പിന്നെ മിൽക്ക് കിട്ടുന്നതാണ് ഈ ഒരു ബോട്ടിൽ. സൂപ്പർ, കണ്ടപ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു ബോട്ടിലാണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാനിത് ഒരു ജ്യൂസ് ജാറാക്കാൻ പോകുന്നത്. അത് വ്യത്യസ്തമായിട്ട് ഒരു ചെയ്ത് കഴിയുമ്പോൾ നമുക്കതൊരു ഗ്ലാസിൻ്റെ എഫക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ ആ ഒരു ഏറ്റവും മുകളിലത്തെ പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ സ്ട്രെയിറ്റ് ലൈനുള്ള അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനായിട്ടുള്ള ജാർ എടുത്ത് ചെയ്താലും മതി. കണ്ടില്ലേ, കുറച്ച് കട്ടിയാണ്. നമുക്കത് അതേപോലെ ഒരു ഫീൽ, ഒരു കറക്റ്റ് ഒരു ഗ്ലാസ് ജാറ് പോലെ തന്നെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതിന് സ്ട്രെയിറ്റ് ആ ലൈൻ, കുറേ ലൈൻസുകളുണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള, കുറച്ച് നീളത്തിൽ ആ ലൈൻ, കുറച്ച് ആ ലൈൻ്റെ എൻഡിങ് വരെ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ്. വേറെ ഒന്നുമില്ല, സിമ്പിൾ വർക്കാണ്, പക്ഷേ വളരെ മനോഹരമാക്കി നമുക്ക് എടുക്കാമെന്നുള്ളത്. ഓരോ പ്ലാസ്റ്റിക് ബോട്ടിൽസുകൾ നമുക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ അതായിട്ട് എന്താ പറഞ്ഞാൽ ഡൈനിങ് ടേബിളിൽ നമുക്ക് പിന്നെ കോൾഡ് വാട്ടറോ അല്ലെങ്കിൽ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒന്നും നമുക്ക് വേസ്റ്റാക്കി കളയേണ്ട ഒരു കാര്യവും ഇല്ല. വളരെ മനോഹരമായിട്ടുള്ളൊരു ജാറ് തന്നെയാണ്. നമുക്ക് ഫ്ലവർ വേസ് ആക്കി വേണമെങ്കിൽ ഇതിനെ മാറ്റിയെടുക്കാം. അങ്ങനെ ഒരു പ്രത്യേക, അല്ലെങ്കിൽ നമുക്കിതിൽ പെൻസിൽ ബോക്സോ കുട്ടികൾക്കുള്ള പിന്നെ എന്താ പറയുക പെൻസിൽ സ്കെച്ചസ് ഒക്കെ നമുക്ക് ഇട്ട് വെക്കാനുള്ളൊരു ജാറാക്കി നമുക്കിതിനെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. എനിക്കത് ജ്യൂസാക്കി എടുക്കണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ജ്യൂസ് ഒഴിച്ചത്. അത് പെൻസിൽ ജാറായിട്ടോ അല്ലെങ്കിൽ കളർ പെൻസിൽ വെക്കുന്നതായിട്ടോ ഉള്ളതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അതിനെ കട്ട് ചെയ്തതിനെ കണ്ടില്ലേ, ഇതേപോലെ മടക്കി ബാക്കിലോട്ട് മടക്കി വരയ്ക്കുമ്പോൾ ഒരു ലെയറോടുകൂടിയുള്ള ഒരു സൂര്യൻ്റെ കണക്കിന് ഫുള്ളി നമ്മളിതുപോലെ മടക്കി എടുക്കുകയാണ്. ചുറ്റും ഇതുപോലെ മടക്കി വയ്ക്കുമ്പോൾ ഇതുപോലെ വിടർന്ന് നിൽക്കും. ആ വിടർന്ന് ഉണ്ടല്ലേ എല്ലാം ഓരോന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് ഇതുപോലെ തന്നെ ഇരുന്നോളും. ഇനി അതിനെ ചെറുതായിട്ടൊന്ന് ചരിച്ച് മടക്കി ഒന്നിൻ്റെ അകത്തോട്ട് മടക്കി പ്രസ് ചെയ്താൽ മതി, അത് അനങ്ങത്തില്ല. നല്ലതുപോലെ കൈ കൊണ്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒട്ടിക്കാൻ വേണ്ട, ഒന്നും വേണ്ട, ഫെവിക്കോളും വേണ്ട, ഒന്നും വേണ്ട. വെറുതെ കണ്ടില്ല, അത് ഒന്നിൻ്റെ അകത്തോട്ട് മടക്കി റൗണ്ട് ചെയ്ത് വെക്കുകയാണ്. ആ മടക്കെന്ന് വെച്ചാൽ നല്ല ടൈറ്റായിട്ടങ്ങ് ഇറുക്കി പ്രസ് ചെയ്താൽ അത് അവിടെ തന്നെ ഇരുന്നോളും. ഒന്ന് കണ്ടില്ലേ, രണ്ടെണ്ണം മടക്കിയതാണ്. ഒന്ന് മടക്കി ഒരെണ്ണത്തിൻ്റെ അകത്തോട്ട് കയറ്റി ഒന്നും കൂടി പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നോളും. വീണ്ടും വേറൊരെണ്ണം എടുത്ത് അതേപോലെ ഒന്നിൻ്റെ അകത്തോട്ട് അടിയിലോട്ട് കണ്ടില്ലേ ഇതുപോലെ വെച്ചിട്ട് നല്ലതുപോലെ ടൈറ്റായിട്ട് പ്രസ് ചെയ്താൽ മതി, അവിടെ ഇരുന്നോളും. അവിടെ അത് അനങ്ങത്തില്ല കേട്ടോ, അത് അനങ്ങത്തില്ല. ഇതിപ്പോൾ 3 മടക്കി വരുവാണേ, അതുപോലെ തന്നെ മടക്കി റൗണ്ട് ചെയ്ത് നമുക്കത് മടക്കിയെടുക്കാം. സൂപ്പറാണ് ഇത് മടക്കിയെടുത്താൽ, വളരെ മനോഹരം. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല അത്രയും നന്നായിട്ട് ഒരു ജാറിൻ്റെ സൈഡ് വക്ക്, നമ്മൾ ആ ഒരു ജാറിൻ്റെ സൈഡിലാണ് ആ ഒരു ഭംഗി കംപ്ലീറ്റ് ഇരിക്കുന്നത്. കണ്ടില്ലേ, അത് മടക്കി എടുത്തുകൊണ്ട് പോവേ, അത് ഇളകി പോകത്തതേ ഇല്ല. ഒന്നിൻ്റെ അടിയിലോട്ട് വെച്ച് മടക്കി കൊണ്ടുവരുവാണേ. അത് നമുക്ക് ഫെവിക്കോളോ അല്ലെങ്കിൽ B7000 എന്ന ഗമ്മോ ഒന്നിൻ്റെ ഒരു ആവശ്യവും തന്നെ ഇതിനില്ല. കണ്ടില്ല, മടക്കി എടുത്തുകൊണ്ട് പോരുവാണ്. റൗണ്ട് ചെയ്ത് അത് റൊട്ടേറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വരാൻ കാണത്തക്ക വിധത്തിൽ. എനിക്ക് നല്ലൊരു സ്റ്റാൻഡുണ്ട്, അത് ഒടിഞ്ഞു പോയി. അപ്പം ഇതിൽ തന്നെയാണ്, ഈ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ്, മറ്റേ 2 സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, ഒരെണ്ണം ഒടിഞ്ഞു പോയി. അപ്പം അത് മറ്റേതാകുമ്പോൾ നമുക്ക് ശരിക്കും അത് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു, ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും. ഇതിപ്പം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഓരോന്നെടുത്ത് ഒന്നിൻ്റെ കണ്ടില്ല അതിൻ്റെ അടിഭാഗത്തോട്ട് വെച്ച് പ്രസ് ചെയ്യുക. വീണ്ടും വേറൊരെണ്ണം എടുത്ത് ചരിച്ച് മടക്കി പ്രസ് ചെയ്ത്, അപ്പോൾ സൂപ്പറായിട്ട് അതിൻ്റെ വക്ക് മനോഹരമാക്കി നമുക്ക് എടുക്കാൻ പറ്റും. കണ്ടില്ല, ഒരു ഗ്ലാസ് ജാറ് തന്നെ. ഇനി ഇതിലെ ഡെക്കറേഷൻ എന്ന് പറയുന്നതും വളരെ മനോഹരമാണ്. നമുക്ക് വേസ്റ്റാക്കി കളയുന്നത് നമ്മൾ പച്ച കുപ്പിയും അതുപോലെ തന്നെ വെള്ള കുപ്പിയും ഉണ്ട്. അപ്പം അതാണ് ഇനി ഇതിന് ഡെക്കറേഷൻ ആകേണ്ടില്ല. നല്ല മനോഹരമായിട്ട് തോന്നില്ലേ, ഒരു നിമിഷ നേരം കൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഇതുപോലെ ഒരു ജാറാക്കി കുട്ടികളുടെ ഡൈനിങ് ടേബിളിലോട്ട് നമുക്ക് വെക്കുകയാണെങ്കിൽ അവർക്കത് സ്കെച്ച് ഇടാം. അതുപോലെ തന്നെ പെൻസിൽ, സ്കെച്ച്, കളർ പെൻസിലുകൾ മാത്രം വെക്കാനായിട്ട് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അതല്ല, നമുക്കിത് വെള്ളം കൂൾ വാട്ടർ ഒഴിച്ച് വയ്ക്കണമെങ്കിൽ നമുക്കിതുപോലെ വയ്ക്കാം. കണ്ടില്ലേ, ഇതുപോലെ അടച്ച് നമുക്ക്
ഇതുപോലെ മാറ്റി നമുക്ക് വെക്കാതെ. ഇനിയിപ്പോൾ കണ്ടില്ലേ ഈ ഒരു പച്ചയും വെള്ളയും ബോട്ടിൽസും ഉണ്ട്. ഇവിടെ ഈ ബോട്ടിൽസിന് യാതൊരു ക്ഷാമവും ഇല്ല. ഈ വെള്ളങ്ങൾ വാങ്ങിച്ച് കുടിക്കരുതെന്ന് പറഞ്ഞാൽ അവർ വാങ്ങിച്ച് കുടിക്കും. അപ്പോൾ അതിന് ബാക്കി വരുന്ന ഈ ബോട്ടിൽസ് എനിക്ക് ഉപയോഗപ്പെടുത്താനും ആകുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ അത് കട്ട് ചെയ്ത് ഒരു ലീവ്സാണ്, ലീവ്സ് 2 ലീവ്സും ഒരു ഫ്ലവറും ആക്കി എടുക്കാനാണ് ഇത് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ പച്ചയ്ക്ക് ലീവ്സ് മാത്രമാണ് കട്ട് ചെയ്യുന്നത്. അത് കട്ട് ചെയ്ത് ഓരോ ലീവ്സുകളാക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയെന്ന് വെച്ചാൽ ഈ ഒരു വൈറ്റ് ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിനെ ഒരു സ്ക്വയർ, നമ്മൾ ഫ്ലവർ കട്ടിങ് എപ്പോഴും ഒരു സ്ക്വയറിലാണ് ഫ്ലവർ കട്ടിങ് എടുക്കുന്നത്. അപ്പോൾ ഒരു വെറും സ്ക്വയർ ആക്കി എടുക്കുകയാണ്. അതിനെ സ്ക്വയറാക്കി മടക്കി ഫ്ലവർ കട്ടിങ് എന്ന് വെച്ചാൽ ഒരു സ്ക്വയറിന് സമചതുരമായ ഒരു സ്ക്വയർ, ഏത് പേപ്പറായാലും അത് ബോട്ടിലായാലും അത് തുണിയിലായാലും തന്നെ ഫ്ലവർ കട്ടിങ് ഞാൻ ഇത് കാണിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്ക്വയർ എടുത്ത് 2ആയിട്ട് മടക്കി, അതിനെ 3ആയിട്ട് മടക്കി, അതിനെ 4ആയിട്ട് മടക്കി, ആ ഒരു മടക്കിൽ അതായത് മുനമ്പ് താഴോട്ടും മുകളിലോട്ട് മടക്ക് ഭാഗം മുകളിലോട്ടും വെച്ച് വേണം ഫ്ലവർ കട്ടിങ് ചെയ്തെടുക്കാൻ. ഇത് 4 ഇതളാണ് ഇത് കട്ട്. 4 ഇതളിൻ്റെ ആവശ്യമേ ഉള്ളൂ, കാരണം കുഞ്ഞു ജാറല്ലേ. അപ്പോൾ 4 ഇതൾ അതിനെ നീറ്റാക്കി സൈഡെല്ലാം കട്ട് ചെയ്ത് നീറ്റാക്കി എടുത്തുകൊണ്ട് വരുവാണ്. അതിൽ ഒട്ടിച്ച് വെക്കാൻ, അത് B7000 എന്ന ഗം കൊണ്ട് ഒട്ടിച്ച് വെക്കാൻ ഒരു കുഴപ്പമില്ല. അത് ഇളകി പോകത്തതേ ഇല്ല. ഇതുകൊണ്ടില്ല. കട്ട് ചെയ്ത് മനോഹരമായിട്ട് നമ്മൾ ആ ഒരു സൈഡെല്ലാം നീറ്റാക്കി എടുക്കുകയാണ്. ഒരു 4 ഫ്ലവർ കട്ടിങ് ഉണ്ട്. ആ 4 ഫ്ലവർ കട്ടിങ്ങും ചെയ്ത് കഴിഞ്ഞിട്ടില്ലേ. കട്ട് ചെയ്ത് 2 ലീവ്സും ഒരു ഫ്ലവറും വെച്ച് വേറെ ഒരു ഡെക്കറേഷനും ഞാനിത് ചെയ്യുന്നില്ല. ഒറ്റ ഡെക്കറേഷനുമില്ല, സിമ്പിളായിട്ടുള്ള വർക്ക്. എനിക്ക് വളരെ മനോഹരമായി തോന്നത്തക്ക വിധത്തിലുള്ള വർക്ക് തന്നെയാണ് കേട്ടോ. ഇതുവരെ ഞാൻ ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്തതിൽ വെച്ച് വളരെ എനിക്ക് ഒരുപാട്, അതെല്ലാത്തിലും ഞാൻ അങ്ങനെ പറയുമെങ്കിൽ ഇത് പ്രത്യേക ഭംഗിയോടുകൂടി ഒരു ഗ്ലാസ് എഫക്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. നല്ല ഒരു ഗ്ലാസ് എഫക്റ്റോടുകൂടി നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ ഗ്ലാസ് കണ്ടില്ലേ, നല്ല ഗ്രീൻ, ഒരു കളറിങ്ങും ചെയ്തിട്ടില്ല ഞാൻ. ഗ്രീൻ ആൻഡ് വൈറ്റിൽ ഒരു കളറും ചെയ്തിട്ടില്ല. ആ പ്ലാസ്റ്റിക്കുകൾ അതിൽ ക്രമമായിട്ട് 4 ഫ്ലവറും 4 2 ഇലയും വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് കുഞ്ഞുങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ അത് ഒട്ടിച്ചെടുക്കുകയാണ് B7000 എന്ന ഗമ്മുകൊണ്ട്. സിമ്പിൾ വർക്കാണ്, വളരെ സിമ്പിളായിട്ടുള്ള വർക്കാണ്. കണ്ടില്ലേ ഒട്ടിച്ച് എടുക്കുക, ഇത്രയേ ഉള്ളൂ. അടുത്ത ക്രാഫ്റ്റ് ചെയ്തിട്ട് തൊട്ട് വർക്ക് തന്നെ വരുന്നുണ്ടേ. കണ്ടില്ലേ സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റുകളാണ്. വളരെ മനോഹരമായിട്ട് നമുക്ക് എന്താ പറഞ്ഞാൽ ഒരു ഗ്ലാസ് ജാറായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടില്ല അതെല്ലാം ഒരു 4 ചുറ്റിലും അത് ഒട്ടിച്ചൊട്ടിച്ച് ക്രമമായിട്ടാക്കി അത് ജ്യൂസ് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ജ്യൂസ് ജാറും ആക്കി എടുക്കാം. അല്ലെങ്കിൽ കുട്ടികൾക്ക് അത് സ്കെച്ച് വെക്കുന്ന ജാറാക്കാം. ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉപയോഗം ഉള്ള സാധനങ്ങൾ ഇട്ട് വെക്കുന്ന മനോഹരമായിട്ടുള്ള ജാറാണ്.